നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കണ്ണൂർ പയ്യന്നൂർ എറ്റുകുടുക്കയിൽ BLO ജീവനൊടുക്കി. കുന്നൂരു UP സ്കൂളിലെ പിയൂൺ അനീഷ് ജോർജിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ. SIR ജോലിയുടെ സമ്മർദ്ദമാണ് മരണകാരണമെന്ന കുടുംബം. BLOമാർ നാളെ സംസ്ഥാന വ്യാപകമായി ജോലി ബഹിഷ്കരിക്കും. ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെതിരെ CPM-ഉം കോൺഗ്രസും. തിരുവനന്തപുരത്ത് BJP പ്രവർത്തകനായിരുന്ന ആനന്ദ് K. തമ്പിയുടെ ആത്മഹത്യ. സീറ്റ് നിഷേധിച്ചതിലുള്ള മനോവിഷമത്തിലെന്ന് FIR. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആത്മഹത്യാക്കുറിപ്പിലെ മണ്ണ് മാഫിയ സംഘവുമായി നേതാക്കൾക്ക് ബന്ധമെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കും. ഫോൺ സംഭാഷണവും പുറത്ത്. എല്ലാ ഭാഗത്തുനിന്നുണ്ട്. ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ആനന്ദ് ഇപ്പോൾ ശിവസേനയിലെന്നും മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും BJP. നെടുമങ്ങാട് നഗരസഭയിലേക്ക് സീറ്റ് ലഭിക്കാത്തതിൽ BJP പ്രവർത്തകയുടെ ആത്മഹത്യാശ്രമം. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിലെ ചാവേർ ഒമർ നബി ബോംബ് നിർമ്മാണ വിദഗ്ധനെന്ന കസ്റ്റഡിയിലുള്ള ഭീകരരുടെ മൊഴി. ബോംബ് പരീക്ഷണത്തിന് സ്വന്തമായി ലാബുണ്ടാക്കി. സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച NIA-യുടെ വ്യാപക പരിശോധന. ഒരു വനിതാ ഡോക്ടർ കൂടി കസ്റ്റഡിയിൽ. ശബരിപാതകൾ ഇന്നു മുതൽ ശരണമുഖരിതം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം. ശബരിമല നട തുറന്നു. പുതിയ മേൽശാന്തിമാർ സ്ഥാനമേറ്റു. ദർശനത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് ദിവസവും 70,000 പേർക്ക്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ പരിശോധിക്കാൻ SIT സംഘം ശബരിമലയിൽ. ദേവരഥ സംഗമത്തിന്റെ പുണ്യമേറ്റുവാങ്ങി കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികൾ. സൗദിയിൽ നിയമലംഘകരെ കണ്ടെത്താൻ സുരക്ഷാ വകുപ്പിന്റെ ശക്തമായ പരിശോധന. ഒരാഴ്ചയിൽ മാത്രം പിടിയിലായത് 22,000-ലേറെ നിയമലംഘകർ. ഈ മാസം 6 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു പരിശോധന. കണ്ണൂർ പയ്യന്നൂരിൽ BLO ആത്മഹത്യ ചെയ്തത് SIR-മായി ബന്ധപ്പെട്ടുള്ള കടുത്ത ജോലി സമ്മർദ്ദം കാരണമെന്ന് റിപ്പോർട്ട്. അനീഷ് ജോർജിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ BLO ആയ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതിനു പിന്നിൽ SIR ജോലി സമ്മർദ്ദമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ 11ഓടെയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അനീഷിനെ വീട്ടുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജോലിഭാരം ഇരട്ടിച്ചതോടെ അനീഷ് കുറച്ചു ദിവസങ്ങളായി സമ്മർദ്ദത്തിലായിരുന്നത്രേ. കുന്നൂരു UP സ്കൂൾ പിയൂണായ അനീഷ് ജോർജിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. SIR ഫോം വിതരണം അനീഷിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 30ഓളം ഫോം ബാക്കിയുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പയ്യന്നൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണവും തുടങ്ങി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ സമ്മർദ്ദമാണോ അനീഷിന്റെ മരണത്തിന് കാരണമെന്നും അന്വേഷിക്കുന്നുണ്ട്. BLOയുടെ ആത്മഹത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. ആത്മഹത്യയുടെ കാരണം ജോലി സമ്മർദ്ദമാണെന്ന ആരോപണം ശക്തമായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇടപെട്ടത്. പോലീസ് അന്വേഷണം നടക്കട്ടെയെന്നും ജോലി സമ്മർദ്ദമുണ്ടെന്ന് കമ്മീഷന് ഇതുവരെ പരാതിയൊന്നും കിട്ടിയിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ജോലി സമ്മർദ്ദം ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും 31 ദിവസം BLOമാർക്ക് വേറെ ജോലിയൊന്നും നൽകിയിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. ടീം വർക്ക് എന്ന നിലയിലാണ് ജോലികൾ നടക്കുന്നതെന്നും രത്തൻ ഖേൽക്കർ. BLO അനീഷിന് തൊഴിൽ സമ്മർദ്ദം ഉണ്ടാകേണ്ട കാര്യമില്ലെന്നാണ് കളക്ടറും വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യ ഗൗരവമായി തന്നെ അന്വേഷിക്കണമെന്ന് VD സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും അന്വേഷിച്ച് മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് കോഴിക്കോട് പറഞ്ഞു. ഇത് അമിതമായ ജോലിയാണോ BLOമാർക്ക് കൊടുക്കുന്നതെന്ന് പരിശോധിക്കേണ്ടത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരുമാണ്. സർക്കാരിൻ്റെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു ഒറ്റപ്പെട്ട കേസായി പരിഗണിക്കാതെ ഗൗരവതരമായ അന്വേഷണം. ഒരു കാര്യം സത്യമാണ്, എല്ലാ BLO
ധൃതി പിടിച്ചുള്ള SIR നടപ്പാക്കലിന്റെ ഇരയാണ് കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കാരണമുണ്ടായ രക്തസാക്ഷിയാണ് അനീഷ് ജോർജ്. ഇതിന്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. SIR തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കലാണ്. ഇതാണ് ബീഹാറിൽ നടന്നത്. ഇത് തന്നെയാണ് കേരളത്തിലും നടക്കുന്നത്. ഇതിനെ നിയമപരമായി നേരിടാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും KC വേണുഗോപാൽ കൊല്ലത്ത് പറഞ്ഞു. ധൃതി പിടിച്ചിട്ടുള്ള യാതൊരു മുൻകരുതലുകളും എടുക്കാതെ ജീവനക്കാരൻ്റെ മേൽ അമിതഭാരം ഏൽപ്പിച്ച് ഏത് വിധേനയും SIR പൂർത്തിയാക്കണമെന്നുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിൻ്റെ രക്തസാക്ഷിയാണ് ഇന്ന് കാസർഗോഡുണ്ടായത്. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉത്തരവാദിയെന്ന് രമേശ് ചെന്നിത്തല. SIRന്റെ പേരിൽ ഉദ്യോഗസ്ഥർക്ക് അമിത സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു. ഡിസംബർ 9 മുൻപ് SIR പൂർത്തിയാക്കാനാണ് സമ്മർദ്ദം. പല ഉദ്യോഗസ്ഥരും തങ്ങളോട് പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മതിയായിരുന്നു SIR നടപടികളെന്നും ചെന്നിത്തല പറഞ്ഞു. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡിസംബർ 9 മുമ്പ് കേരളത്തിൽ SIR പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ സമ്മർദ്ദമാണ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ചുമത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആനന്ദ് K തമ്പിയുടെ നിർണായക ഫോൺ സംഭാഷണം പുറത്ത്. പലയിടത്തു നിന്നും സമ്മർദ്ദമുണ്ടെന്ന് സുഹൃത്തിനോട് പറയുന്ന സംഭാഷണമാണ് പുറത്തുവന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നിഷേധിച്ചതിന്റെ മനോവിഷമത്തിലാണ് ആനന്ദ് ജീവനൊടുക്കിയതെന്ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. 16-ാം വയസ്സു മുതൽ RSSന്റെയും BJPയുടെയും സജീവ പ്രവർത്തകനായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് ലഭിച്ചില്ല. എത്ര കൊമ്പന്മാർ എതിരെ വന്നാലും പോരാടുമെന്നും ആനന്ദ് പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. ഞാൻ രണ്ടും കൽപ്പിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നുണ്ട്. ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂലേ. ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. ആനന്ദ് തമ്പിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഹോദരിയുടെ ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൂജപ്പുര പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. ആനന്ദിന് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥിയായി പരിഗണിച്ച ശേഷം പാർട്ടി തഴഞ്ഞതിന്റെ മനോവിഷമത്തിലായിരുന്നു ആനന്ദ് എന്ന് ബന്ധു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നവരുടെ മൊഴി വൈകാതെ അന്വേഷണ സംഘം ശേഖരിക്കുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത BJP പ്രവർത്തകൻ ആനന്ദ് K തമ്പിയുടെ മൃതദേഹം സംസ്കരിച്ചു. തിരുവനന്തപുരം പുത്തൻകോട്ട ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. തിരുമല ജയനഗറിലെ വീട്ടിൽ പ്രിയ സുഹൃത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് പേരാണ് എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരത്ത് സീറ്റ് നൽകാത്തതിൽ മനംനൊന്ത് ആനന്ദ് K തമ്പി ആത്മഹത്യ ചെയ്തത്. വീട്ടിലെ ഷെഡിൽ മരിച്ച നിലയിൽ ആനന്ദിനെ കണ്ടെത്തുകയായിരുന്നു. 16-ാമത്തെ വയസ്സു മുതൽ പാർട്ടി പ്രവർത്തകനായിരുന്നിട്ട് കൂടി സ്ഥാനാർത്ഥിയായി ആനന്ദിനെ പരിഗണിക്കാതെ പാർട്ടി നേതൃത്വം തൃക്കണ്ണാപുരത്ത് മണ്ണ് മാഫിയ ബന്ധമുള്ളയാളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയായിരുന്നുവെന്ന് ആനന്ദ് സുഹൃത്തുക്കൾക്കയച്ച വാട്സപ്പ് സന്ദേശത്തിൽ ആരോപിക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനന്ദിന്റെ ഭൗതിക ശരീരം തിരുമല ജയനഗറിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. നൂറുകണക്കിന് പേരാണ് പ്രിയ സുഹൃത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ, കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ എന്നിവരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. പൊതുദർശനത്തിനു ശേഷം ആനന്ദിന്റെ മൃതദേഹം പുത്തൻകോട്ട ശ്മശാനത്തിൽ സംസ്കരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിനൊരുങ്ങി ശബരിമല. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരി ശബരിമല നട തുറന്നു. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു. നാളെയാണ് വൃശ്ചികം 1. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി SIT സംഘം പമ്പയിലെത്തി. SP ശശിധരനും സംഘവുമാണ് എത്തിയത്.
ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ച ശ്രീകോവിലിലെ ദ്വാരപാലകപ്പാളി, കട്ടിളപ്പാളി എന്നിവയുടേതുൾപ്പെടെ സാമ്പിൾ സംഘം പരിശോധിക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. അതേസമയം ശബരിമലയിൽ തിരുത്തലുണ്ടാകുമെന്ന് ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. സ്പോൺസർ എന്ന മേലങ്കി അണിഞ്ഞുവരുന്ന എല്ലാവരെയും അംഗീകരിക്കില്ല. അവരുടെ പശ്ചാത്തലം പരിശോധിക്കപ്പെടും. അന്വേഷണത്തിന് എല്ലാ സൗകര്യവും ചെയ്യുമെന്നും ഭക്തർക്ക് സൗകര്യങ്ങൾ ചെയ്യുകയാണ് പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഉമർ നബിയുടെ സഹായി അമീർ റഷീദ് അലിയാണ് NIA പിടിയിലായത്. പൊട്ടിത്തെറിച്ച കാർ അമീർ റഷീദിന്റെ പേരിലാണ്. ഉമർ നബി ചാവേറാണെന്നും NIA സ്ഥിരീകരിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 6 സംസ്ഥാനങ്ങളിൽ പരിശോധന തുടരുകയാണ്. ഹരിയാന സ്വദേശിയായ ഒരു വനിതാ ഡോക്ടറെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സ്ഫോടനക്കേസിൽ കസ്റ്റഡിയിലുള്ള ഭീകരരെ NIA സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഉമർ നബി ബോംബ് നിർമ്മാണ വിദഗ്ധനെന്ന് കസ്റ്റഡിയിലുള്ള ഭീകരർ മൊഴി നൽകി. ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള വീട്ടിൽ ഒരു രഹസ്യ ലബോറട്ടറി സ്ഥാപിച്ചിരുന്നു. ഇവിടെ വച്ചാണ് സ്ഫോടക വസ്തുക്കൾ പരീക്ഷിക്കുകയും ടെലിഗ്രാം വഴി ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബോംബുകൾ നിർമ്മിക്കുകയും ചെയ്തത്. ലബോറട്ടറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുടെയും ബോംബ് നിർമ്മാണ സാമഗ്രികളുടെയും തെളിവുകൾ കണ്ടെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ജമ്മു കശ്മീർ സംസ്ഥാനങ്ങളിൽ NIA പരിശോധന നടത്തി. ഭീകരവാദ ശൃംഖലയ്ക്ക് സഹായങ്ങൾ നൽകുന്നവരെക്കുറിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വനിതാ ഡോക്ടർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. കശ്മീരിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിനി ഡോക്ടർ പ്രിയങ്ക ശർമ്മയെയാണ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കശ്മീർ സ്വദേശികളായ 200ഓളം മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും നിരീക്ഷണത്തിലാണ്. സ്ഫോടനത്തെ തുടർന്ന് അടച്ച ചെങ്കോട്ട നാളെ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരിക്കും പ്രവേശനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. സൗദിയിൽ വിവിധ പ്രവിശ്യകളിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി സുരക്ഷാ വകുപ്പുകൾ ശക്തമായ പരിശോധന തുടരുന്നു. ഒരാഴ്ചയിൽ മാത്രം 22,000-ലേറെ നിയമലംഘകർ പരിശോധനയിൽ പിടിയിലായതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 6 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിലാണ് 14,027 ഇഖാമ നിയമലംഘകരും 4,781 നുഴഞ്ഞുകയറ്റക്കാരും 3,348 തൊഴിൽ നിയമലംഘകരും അടക്കം 22,156 പേർ പിടിയിലായത്. നവംബർ 18 മുതൽ ഒരാഴ്ചക്കാലം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വീക്കായി ആചരിക്കും. ലോകമെങ്ങുമുള്ള ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമൊക്കെ ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ നടത്തുന്ന ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം സംബന്ധിച്ച ബോധവൽക്കരണ വാരാചരണത്തിന്റെ ഭാഗമാകും. ഡോക്ടർമാർ ഉൾപ്പെടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ആന്റിബയോട്ടിക് മരുന്നുകളുടെ ഉപയോഗത്തിൽ അതീവ ശ്രദ്ധ കൊടുക്കണമെന്നാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം മൂലം പ്രതിവർഷം 12 ലക്ഷത്തിലേറെ ആളുകൾ മരണപ്പെടുന്നു എന്നാണ് കണക്ക്. 50 ലക്ഷത്തിലേറെ ആളുകൾ രോഗബാധിതരായി മാറുകയും ചെയ്യുന്നു. പൊതുജനാരോഗ്യ വിദഗ്ധനും വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തന പരിചയവുമുള്ള ഡോക്ടർ SS ലാൽ ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നു. ഈ ആന്റിബയോട്ടിക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അണുബാധകളെ ചികിത്സിക്കാനുള്ള മരുന്നുകളാണ്. 100 വർഷത്തിന് താഴെയായിട്ടുള്ള പെൻസിലിൻ പോലും കണ്ടുപിടിച്ചിട്ട്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഓരോ വർഷവും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആൻറ്റിബയോട്ടിക് മരുന്നുകളിലോട്ട്. പക്ഷേ നമ്മളത് കൃത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അശ്രദ്ധയോടെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ആൻറ്റിബയോട്ടിക്കിനെതിരെ ശക്തി ആർജിക്കാനായിട്ടുള്ള കഴിവ് ബാക്ടീരിയകൾക്കുണ്ടാവും. അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ചത്തുപോകേണ്ട ബാക്ടീരിയ നമ്മൾ കൊടുക്കുന്ന കൃത്യം ഡോസിലല്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് ദിവസം കൊടുത്തില്ല, അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിക്കും. അപ്പോൾ പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ അസുഖം മാറാത്ത അവസ്ഥ വരും. നവംബർ 18 മുതൽ 24 വരെ ഒരാഴ്ചക്കാലമാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വീക്ക് അഥവാ വേൾഡ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് വീക്കായി ആചരിക്കുന്നത്. ആക്ട് നൗ, പ്രൊട്ടക്ട് അവർ പ്രസന്റ്, സെക്യൂർ അവർ ഫ്യൂച്ചർ എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വീക്ക്. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ബിസിനസ്, സംരംഭക മേഖലയിലും പ്രൊഫഷണൽസിനും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ലളിതമായി പ്രതിപാദിക്കുന്ന മലയാളത്തിലുള്ള പുസ്തകം പ്രകാശനം ചെയ്തു. ദുബായിൽ ബിസിനസ്സുകാരനും IT വിദഗ്ധനുമായ മുനീർ അൽ വഫയാണ് പുസ്തകം തയ്യാറാക്കിയത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ SS ലാൽ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും നിർണായക സ്വാധീനം ചെലുത്തുകയാണ്. വരും കാലങ്ങളിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ ഇടപെടലുകൾ കൂടുകയും ചെയ്യും.
ഈ സാഹചര്യത്തിലാണ് സംരംഭകർക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽ അന്വേഷകർ ഉൾപ്പെടെയുള്ള അഭ്യസ്ത വിദ്യർക്കും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നത് വിവരിക്കുന്ന പുസ്തകം മലയാളത്തിൽ പുറത്തിറങ്ങുന്നത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നടന്ന ചടങ്ങിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളുടെ ബിസിനസിന് വേണ്ടി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രവാസി ബിസിനസ്സുകാരനും IT വിദഗ്ധനുമായ മുനീർ അൽവഫയാണ് പുസ്തകത്തിന്റെ രചയിതാവ്. AI എന്നുള്ളൊരു സാധനം നമ്മുടെ ലൈഫിൽ മാർക്കറ്റിങ്ങിലാണെങ്കിലും സെയിൽസിലാണെങ്കിലും അതേപോലെ തന്നെ HR-ലാണെങ്കിലും ഏത് ഡിവിഷനിലും നമ്മുടെ ഓഫീസിലോ നമ്മുടെ കമ്പനിയിലോ എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക, അതിനെങ്ങനെയാണ് എത്തിക്കലായിട്ട് ഉപയോഗിക്കുക, അതിനെങ്ങനെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, അതേപോലെ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് എങ്ങനെ ഉപയോഗിക്കാം, ജോബ് സീക്കർക്ക് എങ്ങനെ ഉപയോഗിക്കാം, പ്രൊഫഷണലി അപ്ഗ്രേഡ് ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള മൊത്തം കാര്യങ്ങളാണ്. പൊതുജന ആരോഗ്യ മേഖലയിലെ വിദഗ്ധൻ ഡോക്ടർ SS ലാൽ, മാധ്യമപ്രവർത്തകൻ KM അബ്ബാസിന് നൽകിയ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. MCA നാസർ, ഹാരിസ് ഹോപ്പ്, ഷാജി നരിക്കോളി, സുരേഷ് പ്രവങ്കര, അഡ്വക്കേറ്റ് VC ചാക്കോ, പുന്നക്കൻ മുഹമ്മദ് അലി എന്നിവർ സംബന്ധിച്ചു. ലിബി പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. അമൃത ന്യൂസ്, ദുബായ്. OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി നെഹ്റു സ്റ്റോറി എന്ന പേരിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. റിയാദിലെ അൽ വഫ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ശിശുദിനാഘോഷത്തിൽ റിയാദിലെയും അൽ ഖർജിലെയും വിവിധ സ്കൂളുകളിലെ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കായി ദേശീയ ഗാന മത്സരം, പ്രസംഗ മത്സരം, പ്രശ്നോത്തരി മത്സരം എന്നിവയും നടത്തി. OICC പ്രസിഡന്റ് സലീം കളക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രിൻസിപ്പൽ പത്മിനി U നായർ ഉദ്ഘാടനം നിർവഹിച്ചു. അൽ വഫ റീജിയണൽ മാനേജർ റിയാസ്, ഫൈസൽ ബാഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷംനാഥ് കരുനാഗപ്പള്ളി ആമുഖ പ്രഭാഷണം, സുരേഷ് ശങ്കർ, അമീർ പട്ടത്ത് തുടങ്ങിയവർ നേതൃത്വവും നൽകി. വിവിധ പരിപാടികളും അരങ്ങേറി. സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ സൗദിയിലെ സുരക്ഷാ ആരോഗ്യ സേവന നിയമങ്ങളും നിർദ്ദേശങ്ങളും തീർത്ഥാടകർ പാലിക്കണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൈഫിക് അൽ റബിയ പറഞ്ഞു. തീർത്ഥാടകരെ ഈ കാര്യം ബോധവൽക്കരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തീർത്ഥാടകരെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുവാനും മികച്ച സേവനങ്ങൾ നൽകുവാനുമായി സൗദിയിലെ മുഴുവൻ സർക്കാർ വകുപ്പുകളും മേഖലകളും ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും തയ്യാറാക്കുന്നതിലും ക്രമീകരിക്കുന്നതിലും വർഷം മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിദേശ രാജ്യങ്ങളുടെ ഹജ്ജ് മിഷൻ ഓഫീസ് മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വ്യക്തമാക്കി. സൗദിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പണപ്പെരുപ്പം വർദ്ധിച്ചതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ രാജ്യത്ത് പണപ്പെരുപ്പം 2.2% വർദ്ധിച്ചതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചിട്ടുണ്ട്. 2025 സെപ്റ്റംബർ മാസത്തെ അപേക്ഷിച്ച് ഒക്ടോബറിൽ പണപ്പെരുപ്പം 0.3% എന്ന തോതിൽ വർദ്ധിച്ചു. പാർപ്പിട, വാടക, വെള്ളം, വൈദ്യുതി, ഗ്യാസ്, മറ്റ് ഇന്ധനവിലകൾ 4.5%, ഭക്ഷണ പാനീയ വിലകൾ 1.5%, റെസ്റ്റോറന്റ്, താമസ സേവന നിരക്കുകൾ 1.1% എന്ന തോതിൽ വർദ്ധിച്ചതാണ് പണപ്പെരുപ്പം 2.2% എന്ന തോതിൽ ഉയരാൻ കാരണം. കുവൈറ്റിലെ ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ ആൻഡ് കൗൺസിൽ 24ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കുവൈറ്റിലെ പ്രമുഖ ബിസിനസ് നേതാക്കളും വ്യവസായികളും നയതന്ത്രജ്ഞരും പങ്കെടുത്ത ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപാഠി മുഖ്യാതിഥിയായിരുന്നു. IBPC സെക്രട്ടറി KP സുരേഷ് സ്വാഗതം ആശംസിച്ചു. സംരംഭകരെ ശാക്തീകരിക്കുന്നതിനും കുവൈറ്റിന്റെ സാമ്പത്തിക വളർച്ചയിൽ അവരുടെ പങ്ക് ആഘോഷിക്കുന്നതിനും IBPC പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വാണിജ്യമന്ത്രി HE ഖലീഫ അബ്ദുൽ അൽ അജ്ലിനു വേണ്ടി അന്താരാഷ്ട്ര ബന്ധ വകുപ്പ് ഡയറക്ടർ അബ്ദുള്ള അൽ ഹർസ് ആശംസകൾ നേർന്നു. IBPC ചെയർമാൻ ഖൈസർ ഷാക്കിർ, വൈസ് ചെയർമാൻ ഗൗരവ് ഒബ്രോയ്, ജോയിന്റ് സെക്രട്ടറി സുനിത് അറോറ, ട്രഷറർ കൃഷൻ സൂര്യകാന്ത് എന്നിവർ ദീപം തെളിയിച്ച ചടങ്ങിന് തുടക്കമിട്ടു. ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപാഠി IBPCയുടെ പങ്കാളിത്തത്തെ അഭിനന്ദിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബിസിനസ് ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിൽ സംഘടനയുടെ പങ്ക് നിർണായകമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സൗദിയിലെ മദീനയിൽ പൊതുസ്ഥലത്ത് അനധികൃതമായി വൻതോതിൽ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ തള്ളിയതിന് ഒരു പാകിസ്ഥാൻ സ്വദേശിയെ മദീന മുനിസിപ്പാലിറ്റി അധികൃതർ അറസ്റ്റ് ചെയ്തു. പരിസ്ഥിതി നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന സൗദി അറേബ്യയിൽ ഈ ഗുരുതരമായ നിയമലംഘനം 10 ദശലക്ഷം റിയാൽ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ്. പൊതുജനാരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഭീഷണിയാകുന്ന രീതിയിൽ നഗരപരിധിക്ക് പുറത്തുള്ള ഒരു പൊതുസ്ഥലത്താണ് ഇയാൾ മാലിന്യം തള്ളിയത്. മുനിസിപ്പാലിറ്റിയുടെ നിരീക്ഷണ വിഭാഗമാണ് ഇയാളെ കൈയോടെ പിടികൂടിയത്. മാലിന്യം തള്ളിയ വാഹനവും ഇയാളെയും കസ്റ്റഡിയിലെടുത്തു. മുനിസിപ്പൽ നിയമങ്ങൾ ലംഘിച്ചതിന് ഇയാൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.
കുവൈറ്റിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പൗരന്മാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ്. പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ കണക്ക് പ്രകാരം 2025 തുടക്കം മുതൽ നവംബർ പകുതി വരെ 6200-ലധികം പൗരന്മാർ സ്വകാര്യ മേഖലയിൽ ജോലികൾക്ക് അപേക്ഷിച്ചു. ഈ കാലയളവിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ തൊഴിലന്വേഷകരിലും 37% ഇത് പ്രതിനിധീകരിക്കുന്നു. ഇതിനു വിപരീതമായി ഏകദേശം 10,500 പേർ സർക്കാർ മേഖലയിലെ തസ്തികകളും തിരഞ്ഞെടുത്തിട്ടുണ്ട്. 6 മാസത്തിലേറെയായി തൊഴിലന്വേഷകരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊത്തം പൗരന്മാരുടെ എണ്ണം, തൊഴിലില്ലാത്തവർ, പെൻഷൻ ലഭിക്കാത്തവർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരാത്തവർ ഏകദേശം 29,000 വ്യക്തികളിൽ എത്തിയിട്ടുണ്ടെന്ന് സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. കുവൈറ്റിലെ ഫർവാനിയ പ്രദേശത്ത് സ്വകാര്യ വീട്ടിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ സ്ഥാപനം സുരക്ഷാ അധികൃതർ അടപ്പിച്ചു. അനധികൃത മെഡിക്കൽ പ്രവർത്തനങ്ങൾ തടയുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏകോപിത ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു റെയ്ഡ്. സുരക്ഷാ ഡയറക്ടേഴ്സ് അഫയേഴ്സ് സെക്ടറും ക്രിമിനൽ സെക്യൂരിറ്റി അഫയേഴ്സ് സെക്ടറും ചേർന്നാണ് ഓപ്പറേഷൻ നടത്തിയത്. താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന ക്ലിനിക്കിൽ നിന്ന് 4 ഇന്ത്യക്കാരെയാണ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായവരിൽ ഒരാൾ നിയമപരമായ അനുമതിയില്ലാതെ അനധികൃതമായി വൈദ്യശാസ്ത്രം പരിശീലിച്ചതായി കണ്ടെത്തി. ബാക്കിയുള്ള 3 പേർ ചികിത്സയ്ക്കായി ക്ലിനിക് സന്ദർശിച്ചവരായിരുന്നു. കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിമത ശല്യം കൂടുതൽ തലവേദനയാകുന്നു. ഉള്ളൂർ വാർഡിലും CPM-ന് വിമതൻ ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫുമായ K. ശ്രീകണ്ഠൻ വിമതനായി മത്സരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനെതിരെ കടുത്ത ആരോപണം ഉയർത്തിയാണ് K. ശ്രീകണ്ഠൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് CPM-ന് ഏറ്റവും അധികം വിമത ഭീഷണിയുള്ളത്. ചെമ്പൈൻഡ് ഡിവിഷനിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന ആനി അശോകൻ സ്വതന്ത്രയായി മത്സരിക്കുന്നതിന് പിന്നാലെയാണ് ഉള്ളൂർ ഡിവിഷനിലും LC അംഗം K. ശ്രീകണ്ഠൻ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നത്. ഇരുവരും കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ് കടുത്ത ആരോപണവും വിമർശനവും ഉന്നയിക്കുന്നത്. K. ശ്രീകണ്ഠൻ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് കൂടിയാണ്. അവസാന നിമിഷം സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്നു. കടകംപള്ളിയാണ് എന്നെ ഈ വിവരം അറിയിക്കുന്നത്. എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചുവെന്നും മത്സരിക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കൊള്ളാൻ പറഞ്ഞതും കടകംപള്ളിയാണ്. എനിക്ക് പാർലമെന്ററി വ്യാമോഹമാണ്. ഞാനൊരു പാർലമെന്ററി വ്യാമോഹത്തിന് ഇതുവരെ പോയിട്ടില്ല. പുള്ളിയുടെ എന്നല്ല, പാർട്ടിയുടെ മുമ്പിൽ പോലും ഞാൻ ഒരു സ്ഥാനത്തിന് വേണ്ടി അവകാശപ്പെടും. ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷം ഞാൻ പാർട്ടിയെ ഒരു തരത്തിലും ഒരു സോഷ്യൽ പൊസിഷന് വേണ്ടി ഞാൻ പോയിട്ടില്ല. പറ്റിച്ചല്ല, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. അതേസമയം K. ശ്രീകണ്ഠൻ അടക്കമുള്ള വിമതരെ പൂർണ്ണമായും തള്ളുകയാണ് നേതൃത്വം. ജനാധിപത്യത്തിൽ വിമതർ സ്വാഭാവികമെന്നാണ് V. ശിവൻകുട്ടിയുടെ പ്രതികരണം. വിമതരെല്ലാം ഈ ജനാധിപത്യം തുടങ്ങി അന്ന് മുതലുണ്ടെന്ന് നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പം 101 സീറ്റല്ലേ ഉള്ളൂ കോർപ്പറേഷൻ അതിർത്തിയിൽ. 101 പേരെല്ലാം തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവിക ചില ആഗ്രഹങ്ങൾ വരും. അതെല്ലാം എല്ലാ ജനാധിപത്യ പാർട്ടികളും പരിഹാരം കണ്ടെത്തി പോകും. ഇതേപോലുള്ള ഒരു കെടുതിയും അനിശ്ചിതത്വവും ഒരു ഭീകര അന്തരീക്ഷം വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുണ്ടായിട്ടുണ്ടോ? അതല്ലേ നിങ്ങൾ പറയേണ്ടത്. ഭരണം നിലനിർത്താനായി ഏരിയ സെക്രട്ടറിമാരും ജില്ലാ നേതാക്കളും അടക്കം കളത്തിലിറങ്ങി ശക്തമായ പോരാട്ടം നടത്തുമ്പോഴാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി വിമതർ രംഗത്ത് വരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ദമ്പതികളും. നിലവിലെ നഗരസഭാ കൗൺസിലർ ജോൺ PJ-യും ഭാര്യ ലില്ലിക്കുട്ടി ജോണുമാണ് ഇത്തവണ ജനവിധി തേടുന്നത്. BJPയുടെ കട്ടപ്പന നഗരസഭയിലെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തിറക്കിയത്. 19 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ ദമ്പതികളും ഇടം പിടിച്ചു. അമ്പലക്കവല വാർഡിൽ നിലവിലെ കൗൺസിലർ ജോൺ PJ മത്സരിക്കുന്നു. തൊട്ടടുത്ത വാർഡായ മേട്ടുക്കുഴി വാർഡിൽ ഭാര്യ ലില്ലിക്കുട്ടി ജോണാണ് സ്ഥാനാർത്ഥി. നിലവിൽ ജോൺ ജയിച്ച വാർഡാണ് ഇത്. ആദ്യമായാണ് ലില്ലിക്കുട്ടി മത്സര രംഗത്തെത്തുന്നത്. അമ്പലക്കവല 23ാം വാർഡായി. ആ വാർഡിലോട്ട് ഞാൻ മത്സരിക്കാനായിട്ട് പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ അമ്പലക്കവല വള്ളക്കടവ് പ്രദേശത്തുള്ള ആൾക്കാരുടെ താല്പര്യം കൂടെ മാനിച്ചാണ് ഞാൻ ആ വാർഡിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത്. മേട്ടുകുഴി നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് വനിതാ വാർഡായി ഞാൻ ആ വാർഡിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. ചെയ്തതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരുറപ്പുണ്ട്. അതാണ് അവരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം തങ്കസഞ്ചാരനെ എങ്ങനെ കാണുന്നു അതുപോലെയാണ് ലില്ലിക്കുട്ടി കാണുന്നതെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. ഇനി വോട്ടല്ലേ നമുക്കറിയത്തില്ല, എന്നാലും ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കട്ടപ്പന നഗരസഭയിൽ ദമ്പതിമാർ മത്സരിക്കുന്നത് ആദ്യമായാണ്. ഇത്തവണ LDF-ലും ഭാര്യ ഭർത്താക്കന്മാർ മത്സരരംഗത്തുണ്ടെന്നാണ് സൂചന. അമൃത ന്യൂസ്, ഇടുക്കി.
പത്രം, പാൽ വിതരണം മുതൽ അധ്യാപനം വരെ നീളുന്നതാണ് കോഴിക്കോട് കോർപ്പറേഷൻ 74-ാം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അഞ്ജനയുടെ ജീവിതം. അധ്വാനത്തിന്റെ മഹത്വം അറിയുന്ന 25-കാരി ഇനി തിരഞ്ഞെടുപ്പിലും കരുത്ത് തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ്. നാട്ടുകാർക്ക് പ്രിയങ്കരിയാണ് അഞ്ജന. പാൽ, പത്രം വിതരണം മുതൽ അധ്യാപനം വരെ ഉപജീവന മാർഗമാക്കിയ പെൺകുട്ടി. അപ്രതീക്ഷിതമായാണ് ഈ 25-കാരി സ്ഥാനാർത്ഥിയായത്. DCC പ്രസിഡന്റ് വിളിച്ചപ്പോഴാണ് കോഴിക്കോട് കോർപ്പറേഷൻ 74-ാം ഡിവിഷനായ എടക്കാട് UDF സ്ഥാനാർത്ഥിയായി തന്നെ തിരഞ്ഞെടുത്ത വിവരം അഞ്ജന അറിയുന്നത്. ആദ്യം ഞെട്ടിയെങ്കിലും ഇപ്പോൾ അഞ്ജന സജീവമായി പ്രചരണ പരിപാടികളിൽ മുഴുകിക്കഴിഞ്ഞു. വീട് കയറിയിട്ടുള്ള പ്രചരണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നടന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക, അതുപോലെ തന്നെ കഷ്ടനുഭവങ്ങളുടെ കൂടെ നിൽക്കുക ചെയ്യണം. അപ്പോൾ നമുക്കൊരു കളിസ്ഥലം വെക്കണമെന്നുണ്ട്. അതേപോലെ വൃദ്ധജനങ്ങൾക്ക് പോയി ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലങ്ങളില്ല, അപ്പം അത് വെക്കണമെന്നുണ്ട്. അങ്ങനെ കുറച്ച് മനസ്സിൽ കാണുന്നുണ്ട്. KSU പ്രവർത്തകയായപ്പോൾ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അഞ്ജന നിലവിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയാണ്. ബിരുദ പഠനത്തിന് ശേഷം സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ച അഞ്ജന ചെറിയ രീതിയിൽ ട്യൂഷനും നടത്തുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 1-ാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തോൽവി. 124 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 93 റൺസിന് ഓൾ ഔട്ടായി. പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക 1-0 മുന്നിലാണ്. 1-ാം ഇന്നിംഗ്സിൽ 159 റൺസാണ് ദക്ഷിണാഫ്രിക്ക നേടിയത്. ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് 189 റൺസിന് അവസാനിച്ചിരുന്നു. തോൽവിയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തായി. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.